മലപ്പുറം നിലമ്പൂർ ജില്ലാ ആശുപത്രി പരിസരത്ത് കാട്ടാന ഇറങ്ങി. പുലർച്ചെ കാട്ടാന ഇറങ്ങിയ ദൃശ്യങ്ങൾ 24-ന് കിട്ടി. നിലമ്പൂർ ടൗണ് തൊട്ടടുത്താണ് കാട്ടാന എത്തിയത്. ആ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കാണാം. വിപിൻ സി വിജയനാണ് വാർത്തയുടെ വിവരങ്ങളുമായി മലപ്പുറത്ത് ചേരുന്നത്. ഒരു പ്രതികരണം കൂടിയുണ്ട്, അതുകൂടെ കാണാം. ജസ്റ്റ് മിസ്സിങ്ങിലാണ് ഇന്നലെ കഴിച്ചിലായത്. കാരണം ഞങ്ങൾ രാത്രി വെളുപ്പിന് 2 മണിക്കും 3 മണിക്കൊക്കെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിങ്ങനെ നിരന്തരമായി ആനേൻ്റെ ശല്യം ഞങ്ങൾക്ക് വരുമ്പോൾ ഭയങ്കര സന്ദർഭമാണ്. പിന്നെ അതുമല്ല, പഠിക്കുന്ന പിള്ളേർ, രാത്രി ബസ് ഇറങ്ങി വരുന്ന പിള്ളേരുണ്ട്. ഈ വെക്കേഷൻ ടൈമാണ്, മക്കളൊക്കെ ദൂരം സ്ഥലത്ത് പഠിക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു ഇതായിട്ട് എന്തായാലും ഇതിനൊരു ഇത് വരുത്തി തരണം എന്ന് പറയുന്നു. വിപിൻ സി വിജയനാണ്. വിപിൻ, ഈ നിലമ്പൂർ ജില്ലാ ആശുപത്രി പരിസരം എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു നഗരമേഖലയല്ലേ? അതെ അശ്മി, ഒരു 100 മീറ്റർ തികച്ച് ടൗണിലേക്കില്ല എന്നുള്ളത് തന്നെ പറയാം. കാരണം അപ്പോൾ ജില്ലാ ആശുപത്രിക്ക് തൊട്ടടുത്ത് കാട്ടാന എത്തി എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. കാട്ടിൽ നിന്ന് ചാലിയാർപ്പുഴ കടന്നാണ് ഈ ആന ഇപ്പോൾ ഈ ജനവാസ കേന്ദ്രത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ ഈ കോവിലകത്ത് മുറി, അതുപോലെ തന്നെ ആശുപത്രി കുന്ന്, MSP ക്യാമ്പിന് പരിസരം, ഈ പ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ കാട്ടാന ശല്യം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇതിനിടയിലാണ് ഇന്നലെ ഇപ്പോൾ ഈ ആശുപത്രിക്ക് തൊട്ടടുത്തുള്ള ഒരു വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ വെച്ച് ആളുകൾ ക്യാമറയിലെടുത്ത ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ അതുവരെ ആന എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ഒരു പ്രദേശത്ത് തന്നെ വലിയ രീതിയിലുള്ള കൃഷിനാശവും വരുത്തിയിട്ടുണ്ട്. ഈ ആളുകൾ പറഞ്ഞതുപോലെ തന്നെ ജസ്റ്റ് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. ആനയുടെ മുന്നിൽ നിന്ന് പുലർച്ചെ 2:30 കൂടിയാണ് ഈ ആന ഇറങ്ങിയതിൻ്റെ ദൃശ്യങ്ങൾ ഇവർ എടുത്തത്. ഒപ്പം തന്നെ അടുത്ത വളരെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യം, ഈ ഒരു ഭാഗത്ത് മാത്രമല്ല, നിലമ്പൂരിൻ്റെ പല ഭാഗങ്ങളിലും ആനശല്യം അതിരൂക്ഷമായി തുടരുന്നു എന്നുള്ളതാണ്. 2 പേരെ കാട്ടാന ചവിട്ടി കൊലപ്പെടുത്തിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷവും ആനശല്യത്തിന് ഇപ്പോഴും കുറവില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അശ്മി. ഓക്കെ, വിപിൻ സി വിജയനാണ് മലപ്പുറത്തുനിന്ന് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.